ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റ്, 4th യൂണിറ്റിലെ ഹൂ ക്യാൻ ഫ്ലൈ എന്നുള്ള റീഡ് ആൻഡ് റീജോയ്സ് എന്ന ഭാഗത്തുള്ള സ്റ്റോറിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാരും 4ാമത്തെ യൂണിറ്റ് ക്ലാസ് കണ്ടു കാണുമല്ലോ. നമ്മുടെ ടീം റെയിൻ എന്നുള്ള 4ാമത്തെ യൂണിറ്റ് ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഹൂ ക്യാൻ ഫ്ലൈ എന്ന സ്റ്റോറിയാണ്. നമ്മുടെ 121 ഈ പേജ് നമ്പർ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൂ ക്യാൻ ഫ്ലൈ എന്നാണ് കഥയുടെ പേര്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. 4ാമത്തെ യൂണിറ്റിലെ ഹണി ഡ്രോപ്പ് ഭാഗത്താണ് കഥയുള്ളത്. ഹൂ ക്യാൻ ഫ്ലൈ എന്താ കഥയുടെ പേരെന്താ? ഹൂ ക്യാൻ ഫ്ലൈ അല്ലേ? എന്താ ഇതിന്റെ അർത്ഥം? എന്താ ഫ്ലൈ ചെയ്യുക വെച്ചെന്താ? പറക്കുക. ഹൂ ക്യാൻ ഫ്ലൈ എന്ന് വെച്ചാൽ എന്താ? ആർക്കാണ് പറക്കാൻ കഴിയുക? ചോദ്യമാണ്. ആർക്കാണ് പറക്കാൻ കഴിയുക? നമുക്ക് നോക്കാം. ഇതൊരു കുഞ്ഞിക്കിളിന്റെ കഥയാണ് കേട്ടോ. ഒരു കുഞ്ഞിക്കിളിയുടെ കഥയാണ്. നമുക്ക് കഥ എന്താ നോക്കാം. ഇവിടെ നോക്കൂ, എന്താണ് ഫസ്റ്റ് ഒരു ചിത്രത്തിൽ എന്താ കാണുന്നത് നോക്കൂ. എന്താ കാണുന്നത്? ഒരു കുഞ്ഞിക്കിളിയും അമ്മക്കിളിയും ഇരുന്നിട്ട് കാണുകയാണ്. ഒരു മരക്കൊമ്പിൽ ഇരുന്നവർ എന്താ കാണുന്നത്? കുട്ടികൾ കളിക്കുന്നത് അല്ലെ? കുട്ടികൾ എന്താ കളിക്കുന്നത്? പട്ടം പറത്തി കളിക്കുകയാണ്. എവിടെയാ അവർ പട്ടം പറത്തുന്നത്? മലയുടെ താഴെ അല്ലെ? മലകളുടെ താഴെയായിട്ട്, കുന്നുകളുടെ താഴെ അല്ലെങ്കിൽ മലകളുടെ താഴെ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുക? വാലി എന്ന് വെച്ചാൽ താഴ്വര എന്നാണ് വാലി പറയുക. അപ്പൊ താഴ്വരയില് കുട്ടികളൊക്കെ ഇങ്ങനെ പട്ടമൊക്കെ പറത്തി കളിക്കുകയാണ്. ആരാ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്? അമ്മക്കിളിയും കുഞ്ഞിക്കിളിയും അല്ലെ? അപ്പൊ കുട്ടികൾ കളിക്കുകയാണ്. എന്താ നമുക്കിത് വായിച്ചു നോക്കാം. Children were flying kites in a valley. Red, yellow, green, kites of many colors. ഏതെല്ലാം നിറത്തിലുള്ള പട്ടങ്ങളായിരുന്നു കുട്ടികൾ പറത്തിയിട്ടുണ്ടായിരുന്നത്? റെഡ് കളറുണ്ട്, യെല്ലോ കളറ്, ഗ്രീൻ കളറ്, അങ്ങനെ പല നിറത്തിലുള്ള പട്ടങ്ങളായിരുന്നു കുട്ടികൾ പറത്തുന്നുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, കുഞ്ഞിക്കിളി എന്താ പറയുന്നത്? Look mama, how nice, I too want a kite. അപ്പൊ അമ്മക്കിളി എന്ത് പറഞ്ഞു? Okay dear, let's make one. കുഞ്ഞിക്കിളിക്ക് കുട്ടികൾ പട്ടം പറത്തുന്നത് കണ്ടപ്പോൾ ഒരു മോഹം, ഒരു ആഗ്രഹം തോന്നി. എന്താ തോന്നിയത്? എനിക്കും വേണം ഇതുപോലെ ഒരു പട്ടം. എന്താ പട്ടത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? കൈറ്റ്. അതെ, നമ്മുടെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 4ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് പട്ടത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? കൈറ്റ് അല്ലെ? അപ്പൊ നമ്മുടെ കുഞ്ഞിക്കിളി എന്താ പറയുന്നത്? ലുക്ക് മമ്മ, നോക്കൂ അമ്മ. അമ്മനെയാണ് കേട്ടോ മമ്മ എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ മമ്മ, ഹൗ നൈസ്, എത്ര രസകരമായിട്ടാണ് അല്ലെ? ഐ ടു വോണ്ട് എ കൈറ്റ്, എനിക്കും അതുപോലൊരു പട്ടം വേണം എന്ന് കുഞ്ഞിക്കിളി പറയണം. അപ്പൊ അമ്മക്കിളി എന്ത് പറഞ്ഞു? ഓക്കെ ഡിയർ, ലെറ്റ്സ് മേക്ക് വൺ. നമുക്കൊരു പട്ടം ഉണ്ടാക്കാം എന്ന് അമ്മക്കിളി പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അമ്മക്കിളി കുഞ്ഞിക്കിളിക്ക് ഒരു പട്ടം ഉണ്ടാക്കി കൊടുത്തു. They made a kite. രണ്ടാളും കൂടെ ചേർന്നാണ് എന്തുണ്ടാക്കിയത്? പട്ടം ഉണ്ടാക്കിയത് കേട്ടോ. It was a red kite with blue wings and a yellow tail. അതെ, പട്ടം കാണാൻ എങ്ങനെയാണുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്ത് നിറത്തിലുള്ള പട്ടമായിരുന്നു? റെഡ് കൈറ്റ്. കണ്ടോ? ഇവിടെ പറയുന്നത് പട്ടം കാണാൻ എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. പട്ടത്തിന്റെ കളർ എന്തായിരുന്നു? റെഡ് ആയിരുന്നു അല്ലെ? റെഡ് കളർ ആയിരുന്നു. പട്ടത്തിന്റെ നിറം റെഡ് ആയിരുന്നു. വിത്ത് ബ്ലൂ വിങ്സ്. കണ്ടോ? ബ്ലൂ കളർ വിങ്സ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ആൻഡ് യെല്ലോ ടെയിൽ. ടെയിലിന്റെ നിറം എന്താ? യെല്ലോ കളർ ആണ് അല്ലെ? പട്ടമൊക്കെ ഉണ്ടാക്കി, രണ്ടാളും കൂടെ പട്ടം ഉണ്ടാക്കി. ബേബി സ്പാരോ ഫ്ലൂ ദ കൈറ്റ്. അപ്പൊ ഇതാരായിരുന്നു? ഈ കുഞ്ഞിക്കിളി ആരാണ്? സ്പാരോ ആണ് കേട്ടോ. സ്പാരോ എന്ന് വെച്ചാൽ കുരുവീനെയാണ് നമ്മൾ സ്പാരോ എന്ന് പറയാ. ബേബി സ്പാരോ ഫ്ലൂ ദ കൈറ്റ്. അങ്ങനെ ബേബി സ്പാരോ എന്ത് ചെയ്തു? കുഞ്ഞിക്കിളി എന്ത് ചെയ്തു? പട്ടം പറത്തി. ദ കൈറ്റ് റോസ് അപ്പ് ഇൻ ദ സ്കൈ. അപ്പൊ പട്ടം ഇങ്ങനെ ആകാശത്ത് ഉയരെ ഉയരെ പറന്നു. അങ്ങനെ പറന്ന് 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 പട്ടം എന്ത് ചെയ്തു? ഒരു മരത്തിന്റെ കൊമ്പിൽ പോയി തടഞ്ഞു നിന്നു. പട്ടത്തിന്റെ കയറ് പൊട്ടി പട്ടം പറന്നു പോയിട്ട് ഒരു മരത്തിന്റെ ചില്ലയിൽ പോയി തങ്ങി നിന്നു. Suddenly a wind blew. Snap, the kite line snapped. The kite got stuck in the branch of a tree. Suddenly, എന്താ suddenly എന്ന് വെച്ചാ? പെട്ടെന്ന്. Suddenly a wind blew. എന്താ ബ്ലൂ ചെയ്യുക വെച്ചാ? ബ്ലോ ചെയ്യുക പറഞ്ഞാൽ വീശുക. ഓക്കെ, ബ്ലൂ പറഞ്ഞാൽ കാറ്റ് വീശി. പെട്ടെന്ന് കാറ്റ് വീശി. സ്നാപ്പ്, സ്നാപ്പ് എന്ന് വെച്ചാൽ ശബ്ദമാണ്, ആ പൊട്ടുന്ന ശബ്ദമാണ്. ദ കൈറ്റ് ലൈൻ സ്നാപ്ഡ്. കൈറ്റ് ലൈൻ എന്ന് വെച്ചാൽ പട്ടത്തിന്റെ ആ ചരട്, അതെന്ത് ചെയ്തു? പൊട്ടിപ്പോയി. സ്നാപ്ഡ്, പൊട്ടിപ്പോയി. ദ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. പറന്നുപോയി പട്ടം എന്ത് ചെയ്തു? ഒരു മരത്തിന്റെ കൊമ്പിൽ തങ്ങി നിന്നു. സ്റ്റക്കായി നിന്നു. അപ്പൊ കുഞ്ഞിക്കിളി കണ്ടോ? താഴെ നിന്ന് നോക്കുകയാണ്. ഓ മൈ കൈറ്റ്. ബേബി സ്പാരോ ജംപ്ഡ് അപ്പ്.
അപ്പൊ കുഞ്ഞിക്കിളിയാണ് അല്ലെ, കുഞ്ഞിക്കിളിക്ക് ഒരുപാട് ഹൈറ്റിലൊന്നും പറക്കാൻ പറ്റില്ല. അപ്പൊ കുഞ്ഞിക്കിളി ഇങ്ങനെ പറക്കാൻ ശ്രമിക്കുന്നുണ്ട്, പട്ടം എടുക്കാൻ അങ്ങനെ മേലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നുണ്ട്, ചാടുന്നുണ്ട്, പറന്നു പോയി എടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. I can't reach the branch. He started crying. കുഞ്ഞിക്കിളി പറയണേ എനിക്ക് ആ ബ്രാഞ്ചിന്റെ അടുത്ത് എത്താൻ പറ്റില്ല എന്ന് ആര് പറഞ്ഞു? അവൻ പറഞ്ഞു. He started crying. He എന്ന് പറയുന്നത് ആരാണ്? ബേബി സ്പാരോ ആണ്. ആ ബേബി സ്പാരോ എന്ത് ചെയ്തു? കരയാൻ തുടങ്ങി അല്ലേ? I can't reach the branch. എനിക്ക് ബ്രാഞ്ചിന്റെ അടുത്ത് എത്താൻ പറ്റുന്നില്ല, എനിക്ക് പട്ടം എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആര് കരയാൻ തുടങ്ങി? ആരാണ് ക്രൈ ചെയ്യുന്നത്? ബേബി സ്പാരോ. Can you take my kite? Can you take my kite? Oh, I am sorry. I can't fly. I can only walk. അപ്പോഴാണ് അതുവഴി ആര് വന്നത്? ഒരു കൗ വന്നത് അല്ലേ? ഒരു കൗ വന്നത്. അപ്പൊ കൗവിന്റെ അടുത്ത് എന്താ ചോദിക്കുന്നത്? Can you take my kite? എന്റെ കൈറ്റ് ഒന്ന് എടുത്തു തരുമോ? ആരാ ചോദിക്കുന്നത്? ബേബി സ്പാരോ ചോദിക്കുകയാണ് കേട്ടോ. ബേബി സ്പാരോ ചോദിക്കുകയാണ് കൗവിന്റെ അടുത്ത്. എന്ത് ചോദിച്ചു? കൗ എന്ന് വെച്ചാൽ പശു. എന്ത് ചോദിച്ചു? എന്റെ പട്ടം ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ പശുവിന് പറക്കാൻ പറ്റുമോ? പറന്നു പോയിട്ട് ബ്രാഞ്ചിന് എടുത്തിട്ട് വരാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ എന്താ പറയുന്നത്? അപ്പൊ കൗ എന്ത് പറഞ്ഞു? ഓ, I am sorry. I can't fly. I can only walk. എന്ത് പറഞ്ഞു? I can't fly. എന്താ can't എന്ന് വെച്ചാൽ എന്താ? പറ്റില്ല. I can't fly എന്ന് വെച്ചാൽ എനിക്ക് പറക്കാൻ പറ്റില്ല. I can only walk. എനിക്ക് നടക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് കൗ പറഞ്ഞു. പിന്നെ അതുവഴി ആരാണ് വന്നത്? അങ്ങനെ നമ്മുടെ കൗ പോയി. പിന്നെ അതുവഴി ആര് വന്നു? അതുവഴി അപ്പൊ ഒരു സ്നേക്ക് വന്നു. ഓക്കെ, റാറ്റ് സ്നേക്ക്. My kite is stuck on the tree. Can you take it for me? അപ്പൊ ഈ പാമ്പിന്റെ അടുത്ത് എന്ത് പറയാണ്? എന്റെ പട്ടം തങ്ങിപ്പോയി, മരത്തിന്റെ കൊമ്പിൽ തങ്ങിപ്പോയി, അതൊന്ന് എടുത്തു തരൂ. Can you take it for me? എനിക്ക് ആ പട്ടം ഒന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ആരാ ചോദിക്കുന്നത്? ബേബി സ്പാരോ ചോദിക്കുകയാണ്. ബേബി സ്പാരോ, I can only crawl. I can't fly. അപ്പൊ നമ്മുടെ റാറ്റ് സ്നേക്ക് എന്ത് പറയാണ്? ബേബി സ്പാരോ, എനിക്ക് ക്രൗൾ ചെയ്യാനേ പറ്റുള്ളൂ, ക്രൗൾ ചെയ്യാൻ മാത്രമേ എനിക്ക് കഴിയുള്ളൂ. ക്രൗൾ ചെയ്യാ വെച്ച എന്താ? നിങ്ങൾ കണ്ടിട്ടില്ലേ പാമ്പുകളൊക്കെ എഴയുന്നതിനെയാണ് എന്ത് പറയാ? അതെ, ഇഴയുന്നതിനെയാണ് ക്രൗൾ എന്ന് പറയുക. I can only crawl. I can't fly. എനിക്ക് പറക്കാൻ കഴിയില്ല, എനിക്ക് പറക്കാൻ കഴിയില്ല. അപ്പൊ പാമ്പുകൾക്ക് എന്തിനേ കഴിയുള്ളൂ? ക്രൗൾ ചെയ്യാൻ അല്ലെ, ഇഴയാനേ കഴിയുള്ളൂ. I can't fly എന്ന് നമ്മുടെ റാറ്റ് സ്നേക്ക് പറഞ്ഞു. അങ്ങനെ സ്നേക്കും പോയി അവിടുന്ന്. അപ്പോഴാണ് അതുവഴി ആരാ വരുന്നത്? റാബിറ്റ് ആണ് കേട്ടോ. ഇത് റാബിറ്റ് ആണ്. അപ്പൊ റാബിറ്റ് വന്നു. Uncle, please help me. My kite got stuck in the branches. അപ്പൊ നമ്മുടെ ബേബി സ്പാരോ പറയാണ് അങ്കിൾ. അപ്പൊ നമ്മുടെ റാബിറ്റിനെ വിളിക്കുകയാണ് കേട്ടോ. അങ്കിൾ, എന്നെ ഒന്ന് സഹായിക്കൂ. പ്ലീസ് ഹെൽപ്പ് മീ. മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ചസ്. ആ കൊമ്പിൽ എന്റെ പട്ടം തങ്ങിപ്പോയി, പട്ടം സ്റ്റക്കായി പോയി എന്ന് നമ്മുടെ ബേബി സ്പാരോ പറയുകയാണ്. അപ്പൊ നമ്മുടെ റാബിറ്റിന് പറന്നു പോയിട്ട്, റാബിറ്റ് എന്ന് വെച്ചാൽ മുയല്, റാബിറ്റിന് പറന്നു പോയിട്ട് പട്ടം എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ റാബിറ്റ് എന്ത് പറഞ്ഞു? നോ വേ മൈ ഡിയർ, I can only hope. ഹോപ്പ് ചെയ്യാ വെച്ചാ മുയലുകൾ ചാടി പോകുന്നത് കണ്ടിട്ടില്ലേ? ഇനിയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. HOP, ഹോപ്പ്. I can't fly. എനിക്ക് പറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റാബിറ്റും അവിടെ നിന്ന് പോയി. അപ്പോഴാണ് നമ്മുടെ കുഞ്ഞിക്കിളി എന്ത് കണ്ടത്? ബേബി സ്പാരോ എന്ത് കണ്ടത്? അടുത്തായിട്ടൊരു പോണ്ടില് കുറച്ച് മീനുകളെ കണ്ടത്. അപ്പൊ ആ മീനുകളുടെ അടുത്ത്, ആ മീനുകൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? ഫിഷ്. മീൻ എന്താ പറയാ? ഫിഷ് അല്ലെ? അപ്പൊ ഫിഷിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ബേബി സ്പാരോ എന്താ ചോദിക്കുന്നത്? മൈ കൈറ്റ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദ ട്രീ. ക്യാൻ യു ഫ്ലൈ ആൻഡ് ടേക്ക് മൈ കൈറ്റ്? നിങ്ങൾ പറന്നു പോയിട്ട് എന്റെ പട്ടൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ഫിഷ് എന്താ പറയുന്നത്? വി ക്യാൻ ഓൺലി സ്വിം, വി കാൻ ഫ്ലൈ. ഞങ്ങൾക്ക് സ്വിം ചെയ്യാനേ കഴിയുള്ളൂ, പറക്കാൻ കഴിയില്ല. ഫിഷ് അല്ലെ? ഫിഷ് എന്താ ചെയ്യാ? വെള്ളത്തിൽ നീന്തുന്നതിന് എന്താ പറയാ? സ്വിം. ഫിഷിന് നീന്താൻ മാത്രമേ കഴിയുള്ളൂ അല്ലെ, പറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ആര് വന്നു? നമ്മുടെ ബേബി സ്പാരോന്റെ മമ്മ വന്നു. മമ്മ, look, my kite is on the tree. Who can get my kite back? Aha, I can. മമ്മ സ്പാരോ laughed. അപ്പോഴാണ് നമ്മുടെ മമ്മ സ്പാരോ വന്നത് കേട്ടോ. മമ്മ സ്പാരോനെ കണ്ടത് നമ്മുടെ ബേബി സ്പാരോ പറയാണ്
മമ്മ നോക്ക്, my kite is on the tree. മമ്മ look, my kite is on the tree. മമ്മ നോക്ക്, എൻ്റെ പട്ടം മരത്തിലാണ് എന്ന് പറയാണ്. Who can get my kite back? ആർക്കാണ് എൻ്റെ പട്ടം എടുത്തു തരാൻ കഴിയുക എന്ന് ബേബി സ്പാരോ മമ്മ സ്പാരോന്റെ അടുത്ത് ചോദിച്ചു. ഇത് കേട്ടപ്പോ മമ്മ സ്പാരോ പൊട്ടിച്ചിരിച്ചു, അല്ലെ, ലോഫ് ചെയ്തു, പൊട്ടിച്ചിരിച്ചു. ആഹാ, ഐ ക്യാൻ, എനിക്ക് പറ്റും എന്ന് മമ്മ സ്പാരോ പറഞ്ഞു, അല്ലെ. കാരണം മമ്മ സ്പാരോ പറക്കും, അല്ലെ, ഹൈറ്റിൽ പറക്കാൻ പറ്റും, ബേർഡ്സിന് പറക്കാൻ കഴിയും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബേബി സ്പാരോന്റെ പട്ടം എടുക്കാനും കഴിയും. One day I too will fly like you. അങ്ങനെ മമ്മ സ്പാരോ പറന്ന് ചെന്ന് ആ ബ്രാഞ്ചിൽ തങ്ങി നിന്ന പട്ടം എടുത്ത് നമ്മൾ ബേബി സ്പാരോന് കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ ബേബി സ്പാരോ എന്താ പറയണത്, one day I too will fly like you. ഒരു നാൾ ഞാനും ഇതുപോലെ ഹൈറ്റിൽ പറക്കും എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ബേബി സ്പാരോ കുഞ്ഞിക്കിളി ആയതുകൊണ്ടാണ് ഹൈറ്റിൽ പറക്കാൻ പറ്റാത്തത്. അപ്പൊ ഒരു നാൾ ഞാനും ഇതുപോലെ പറക്കും നമ്മുടെ ബേബി സ്പാരോ പറയാണ്. മമ്മ സ്പാരോ ഫ്ലൂ അപ്പ് ആൻഡ് ടൂക്ക് ദ കൈറ്റ്. മമ്മ സ്പാരോ പറന്നു പോയി എന്ത് ചെയ്തു, പട്ടം എടുത്തു, കൊടുത്തു. ഡിയർ, ഹിയർ ഈസ് യുവർ കൈറ്റ്. ഇതാ നിന്റെ പട്ടം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ബേബി സ്പാരോ ഈസ് ഹാപ്പി അഗൈൻ. അത് കിട്ടിയപ്പോൾ ബേബി സ്പാരോന് വീണ്ടും സന്തോഷമായി. അങ്ങനെ ബേബി സ്പാരോന് എന്ത് കിട്ടി, ബേബി സ്പാരോന്റെ പട്ടം, കൈറ്റ് തിരിച്ചു കിട്ടി. ഇതാണ് നമ്മുടെ കഥ. ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറയുന്നുണ്ട്. കംപ്ലീറ്റ് ദി ഡയലോഗ്. നമ്മളിവിടെ കുറച്ച് ആനിമൽസിനെ കണ്ടു, അല്ലെ, നമ്മുടെ ചാപ്റ്ററിൽ ബേബി സ്പാരോയും മമ്മ സ്പാരോയും അല്ലാതെ വേറെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു, അല്ലെ. അപ്പൊ അവരുടെ ഡയലോഗാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 3 ആൾക്കാരുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സ്നേക്ക്, പിന്നെ ആരാ, റാബിറ്റ് ഉണ്ട്, പിന്നെ ഫിഷും. അപ്പൊ ഇവരുടെ പറഞ്ഞ ഡയലോഗാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇവർ 3 ആൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാൻ പറ്റില്ല, അല്ലെ. അപ്പൊ എന്ത് പറയണം, ഐ കാണ്ട് ഫ്ലൈ, പറക്കാൻ കഴിയില്ല എന്നത് എന്താ പറയാ, ഐ കാണ്ട് ഫ്ലൈ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, സ്നേക്കിന്റെ ഇവിടെ ഫസ്റ്റ് ലൈൻ എഴുതണം, ഐ കാണ്ട് ഫ്ലൈ. അടുത്തതില് സ്നേക്കിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്, അതാണ് നമ്മൾ ക്യാൻ ചേർത്ത് എഴുതുക. ഐ ക്യാൻ ഓൺലി. ഐ ക്യാൻ ഓൺലി എന്താ ചെയ്യാ, അതെ, ക്രൗൾ, അല്ലെ, ഇഴയുന്നത്, ഇഴയാണ് ക്രൗൾ എന്ന് പറയും, ഇഴയുന്നതാണ് ക്രൗള്. അപ്പൊ സ്നേക്ക് എന്താ പറയാ, ഐ കാൻ ഫ്ലൈ, ഐ ക്യാൻ ഓൺലി ക്രൗൾ. അടുത്തത് ഫിഷ് എന്താ പറയുന്നത്, ഐ കാണ്ട് ഫ്ലൈ, എനിക്ക് പറക്കാൻ കഴിയില്ല, ഐ ക്യാൻ ഓൺലി സ്വിം, എനിക്ക് നീന്താൻ മാത്രമേ കഴിയുള്ളൂ. റാബിറ്റ് എന്താ പറയാ, ഐ കാണ്ട് ഫ്ലൈ, ഐ ക്യാൻ ഓൺലി ഹോപ്പ്, ഐ ക്യാൻ ഓൺലി ഹോപ്പ്. കണ്ടോ, അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്നേക്കിനെ എഴുതുന്ന സമയത്ത് ഐ കാണ്ട് ഫ്ലൈ എന്ന് കംപ്ലീറ്റ് എഴുതണം. അതേപോലെ സ്നേക്കിന് കഴിയുന്നത് എന്താണ്, ക്രൗൾ ചെയ്യുക, അല്ലെ, അത് മാത്രം എഴുതി ചേർത്താൽ മതി. പക്ഷെ ഫിഷിന്റെ എഴുതുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം, ആ ഓൺലിന്നും കൂടെ ചേർത്ത് എഴുതണം. ഓക്കെ, ഇവിടെ ഓൺലി എന്നുള്ള വേർഡ് എഴുതിയിട്ടില്ല, അപ്പൊ ഓൺലി സ്വിം എന്നും കൂടെ ചേർത്ത് എഴുതുക. അടുത്ത് നമ്മുടെ റാബിറ്റിന് എഴുതുമ്പോൾ ഇവിടെ ഐ കാണ്ട് എഴുതിയിട്ടുണ്ട്, അപ്പൊ ഇവിടെ എന്ത് എഴുതണം, കഴിയാത്തത്, റാബിറ്റിന് കഴിയാത്തത് എന്താ, ഫ്ലൈ. അപ്പൊ ഇവിടെ ഫ്ലൈ കൂട്ടിച്ചേർക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ സെന്റൻസിന്റെ തുടക്ക ഭാഗമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇവിടെ ഓൺലി ഹോപ്പ്, റാബിറ്റിന് ചെയ്യാൻ കഴിയുന്നത് എന്താന്ന് എഴുതിയിട്ടുണ്ട്. സെന്റൻസിന്റെ ഫസ്റ്റ് എന്ത് എഴുതണം, ഐ ക്യാൻ എന്നാണ് എഴുതേണ്ടത്, ഐ ക്യാൻ. അപ്പൊ നമ്മുടെ 4ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്